ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. ഒരു 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും അത് വെച്ച്? ഒന്നില്ലെങ്കിൽ നമ്മൾ സ്ഥലം വാങ്ങിച്ച ഒരു വീട് പണിയും, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള കാറ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട് ഒന്ന് റിനോവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കും, അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡറി ഒരു ബിസിനസ്, ഒരു ഇൻകം സോഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുമല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള കടം അത് മുഴുവനായിട്ട് നമ്മൾ വീട്ടിൽ തീർക്കാനായിട്ട് നോക്കും, അല്ലേ? പൊതുവേ ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലേ? ഇതിൻ്റെ ചിലവ് ഈ പറഞ്ഞ 50 ലക്ഷത്തിൽ നിന്നില്ലെങ്കിൽ നമ്മൾ അതിന് പുറമെ ഒരു ലോൺ കൂടി എടുക്കും. എന്നാൽ ഈ 50 ലക്ഷം മുഴുവനായോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും അതിൽ നിന്ന് സേവ് ചെയ്യാമെന്നോ അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കാമെന്നോ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഫാമിലി ഫ്രീഡം ഫണ്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ഇതിൽ ആദ്യത്തെ സിറ്റുവേഷൻ ഏതാണ്? സ്ഥലം മേടിച്ച് നമുക്കൊരു വീട് പണിയാം, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലം മേടിക്കാം, ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിനെ നമുക്ക് 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ആദ്യത്തെ വീടാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റിക്ക് പുറമെ അതിൻ്റെ ഒരു സെൻറ്റിമെൻ്റൽ ഫാക്ടർ കൂടി നമ്മൾ പരിഗണിക്കണം. കാരണം എല്ലാവർക്കും ഇത് ഒരുപോലെയല്ല. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു സ്വപ്നമുള്ള ഒരാൾ, അതിൽ നിന്നും വലിയ കോൺഫിഡൻസ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു വലിയ സെക്യൂരിറ്റി ഫീൽ കിട്ടുന്ന ആളാണെങ്കിൽ, അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ സ്ഥലം മേടിച്ച് വീട് പണിയുന്നത് നല്ലതാണ്. അവിടെ ഒരു ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി അത് സെക്കൻഡറിയാണ്. എന്നാൽ ഒരു സെക്കൻഡ് ഹൗസ് ആണെങ്കിൽ, അതൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കേണ്ടത് ഇങ്ങനെയല്ല. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മൾ വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സ്ഥലം മാത്രമാണെങ്കിൽ വരുമാനം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ആ വരുമാനം എത്രയാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അതിൽ കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക, അന്വേഷിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വരുമാനം മെയിനായിട്ട് 2 തരത്തിലാണ്. ഒന്ന് അതിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റെൻ്റൽ ഇൻകമാണ്. ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ആയിരിക്കും അതിൻ്റെ അപ്രീസിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാവൂ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതൊരു പക്ഷേ ചിലപ്പോൾ പിന്നെ ഉണ്ടാകണമെന്നില്ല. പല ടൗണുകളും പല പല സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശ്രദ്ധിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റോഡുകളുടെ സ്ഥാനം മാറി വേറെ സ്ഥലത്തേക്കൂടെയൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ ഫ്ലഡിന് ശേഷം സ്ഥലത്തിൻ്റെ വിലയിലും ഡിമാൻഡിലും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായി. ഇനി റെൻ്റൽ ഇൻകത്തിൻ്റെ കാര്യമാണെങ്കിൽ പല സ്ഥലങ്ങളിലും എക്സസ് സപ്ലൈ ആണ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയാലും. അപ്പോൾ അതുകൊണ്ട് ഇൻകം ഗണ്യമായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഗൗരവമായിട്ട് ആലോചിച്ച് വേണം നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ കാറ് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹോം, നമ്മുടെ വീട് നമുക്കൊന്ന് റിനോവേറ്റ് ചെയ്യാം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, കാറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിനോ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടൊരു കാറ് അതൊരു സെൻറ്റിമെൻ്റൽ ഫാക്ടറാണ്. അതിന് ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി സെക്കൻഡറിയാണ്. എന്നാൽ ഒരു കാറ് മേടിച്ച് വീട്ടിലിടാനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെക്കഗ്നീഷൻ കൂട്ടാനോ ആണെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി അതുകൂടി നിങ്ങൾ പരിഗണിക്കണം. ഇപ്പോൾ വീട് റിനോവേറ്റ് ചെയ്യുന്നതിലും 2 വശങ്ങളുണ്ട്. ഇപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരാൾ, അയാളുടെ വീട് അത്ര നല്ലൊരു സെറ്റപ്പിലല്ലെങ്കിൽ, ഇപ്പോൾ അയാളുടെ വിവാഹമൊക്കെ നടക്കാൻ പോകുന്നൊരു സമയമാണെങ്കിൽ ആ സാഹചര്യത്തിൽ ഒരു മിനിമം സെറ്റപ്പിലേക്ക് വീട് റിനോവേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വീട് ഉള്ള ഒരാൾ വീണ്ടും വീണ്ടും നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നത് ശരിയാണോ എന്ന് അതിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അത് പരിഗണിക്കാനായിട്ട്. ഇതിൽ മൂന്നാമത്തെ സിറ്റുവേഷൻ അതെന്താണ്? നമുക്കൊരു സെക്കൻഡ് ഇൻകം സോഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ വളരെ കൂടുതൽ ആൾക്ക് സംഭവിക്കുന്നത് നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പിലേക്കായിരിക്കും പോകുന്നത് എന്നായിരിക്കും. അതുകൂടാതെ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഓഫ് സക്സസ് അത് വളരെ കുറവാണ്. പിന്നെന്താ, നമ്മുടെ ആക്റ്റീവായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് അതിൽ വേണം. പിന്നെ അറിയാത്ത ബിസിനസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ പണം നഷ്ടം സംഭവിക്കുക, അതാണ് പൊതുവേ സംഭവിക്കാറ്. അതുകൊണ്ട് അറിയാത്ത ബിസിനസ് ചെയ്ത് പണം കളയണോ അതോ
ഏതെങ്കിലും ഒരു പ്രൊഫഷണലിനെ ഏൽപ്പിച്ച് റിട്ടേൺ കൂട്ടി വരുമാനം കൂട്ടാനാണോ നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇനി നാലാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുക. നമുക്ക് നിലവിലുള്ള കടം വീട്ടുക എന്നുള്ളതാണ് അല്ലേ. ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പലരുടെയും ലോൺ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അത് വ്യത്യസ്തമാണെന്നതാണ്. ഇത് വരുമാനത്തെ മാത്രം ബേസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ 1 കോടി എന്നത് ചിലർക്ക് ചിലപ്പോൾ ഒരു മൈൻഡ് ബ്ലോക്ക് ആയിരിക്കും. ഇപ്പോൾ 1 കോടി രൂപ എന്നത് ചിലപ്പോൾ ഒരു ടെൻഷനായിട്ട് ചിലപ്പോൾ നിൽക്കും. ചിലപ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാകും, എന്നാലും ഒരു ഭയം നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് ലോൺ എടുക്കുമ്പോൾ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ ഒരു മൈൻഡിൻ്റെ കപ്പാസിറ്റി കൂടി നമ്മൾ പരിഗണിക്കണം. അതുകൂടാതെ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാം. നമുക്കൊരു ലോണിൻ്റെ EMI നമുക്ക് ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ആ പണം നമുക്ക് ലോൺ അടയ്ക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് 9% ആണെങ്കിൽ 15% റിട്ടേൺ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ലോൺ EMI ഫിനിഷ് ആകുമ്പോഴേക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായാലും ഒരു 3-4 ഇരട്ടി ആയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ ബാലൻസ് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഒരു പെൻഷൻ കൂടെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഒരു 20-30% ആണെങ്കിൽ അത് ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഈ ലോൺ നിങ്ങൾക്ക് നേരത്തെ ക്ലോസ് ചെയ്യാം. നിങ്ങളുടെ റിട്ടയർമെൻറ്റും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും സാഹചര്യങ്ങളിൽ ഒരു ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ചോയ്സ് ആയിരിക്കും നമ്മുടെ ഫാമിലി ഫ്രീഡം ഫണ്ട്. കാരണം നിങ്ങളുടെ സ്പെൻഡിങ് നിങ്ങളുടെ ഫാമിലി ഫ്രീഡം ഫണ്ടിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണെങ്കിൽ നിങ്ങൾ ചെലവാക്കിയെന്ന നഷ്ടബോധമോ പണം കയ്യിലില്ല എന്ന ഭയമോ കോൺഫിഡൻസ് ഇല്ലായ്മയോ നിങ്ങൾക്കുണ്ടാകില്ല. യു വിൽ ബി ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നർ because we are here to create investment winners. Thank you.